നമസ്കാരം, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. മക്കളെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് എക്സാമിനേഷൻ 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നടക്കാൻ പോവുകയാണ്. നിങ്ങൾ കിടിലനായിട്ട് പഠിക്കാൻ തയ്യാറാണോ? സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷൻ കഴിഞ്ഞു. കുറെ അധികം ആളുകൾ ഡിസപ്പോയിന്റഡ് ആണ്. ഇനി എന്തു ചെയ്യും? എങ്ങനെയാണ് ഇനി പഠിക്കാനായിട്ട് പറ്റുക? എന്നെ കൊണ്ട് ഇനി പറ്റുമോ എന്ന് സംശയിച്ചിരിക്കുന്ന ആളുകൾക്ക് മക്കളെ, നിങ്ങളുടെ മുൻപിലേക്കുള്ള ഏറ്റവും വലിയ അവസരമാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. പിന്തിരിഞ്ഞു പോകാനല്ല, മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ വെക്കാൻ. കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ 3500ഓളം വേക്കൻസികൾ വരാൻ പോകുന്നുണ്ട്. ആ വേക്കൻസികളിൽ ഒന്ന് എനിക്ക് സ്വന്തമാക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ സൂപ്പർ നോട്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട മക്കളെ. 50 കിടുക്കാച്ചി ടോപ്പിക്കുകൾ, അതായത് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞ 2021-25 വരെ അനലൈസ് ചെയ്തതിൽ നമ്മൾ കണ്ടെത്തിയ 50 ടോപ്പിക്കുകൾ. ആ ടോപ്പിക്കുകളുടെ നല്ല കിടിലൻ നോട്ടുകളും നല്ല കിടിലൻ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും മക്കളെ? സൂപ്പർ നോട്ട്സ് അതിനൊരു അവസരം ഒരുക്കുകയാണ്. അതിനായിട്ട് സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ, അതായത് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ എടുക്കാം. ആ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഒക്ടോബർ മാസം 2-ാം തീയതി മുതൽ മക്കളെ എക്സാമുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെലഗ്രാം ചാനലോടെ കിട്ടി തുടങ്ങും. അതെങ്ങനെയാണ് എന്നുള്ള കാര്യം കൃത്യമായി 1 by 1 ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം മക്കളെ. അതായത് നിങ്ങളുടെ മാർക്ക് കുതിച്ചു കയറ്റാൻ ഉപയോഗിക്കാൻ പോകുന്ന നമ്മുടെ സ്ട്രാറ്റജി ഇതാണ്. നമ്മൾ ഓൾറെഡി ഡിഗ്രി പ്രിലിംസിനെ പയറ്റി തെളിഞ്ഞ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ വീണ്ടും ഇറക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് നവംബർ മാസത്തോടുകൂടി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിനേഷനെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് നിങ്ങൾ ഉയർത്താനായിട്ട് നമ്മൾ പോവാണ്. അതിനു വേണ്ടിയിട്ട് 2021 2 സ്റ്റേജ് എക്സാമിനേഷൻ നടന്നിട്ടുണ്ട്. 2022 3 സ്റ്റേജ് ഡിഗ്രി പ്രിലിംസ് നടന്നു. 2023 3 സ്റ്റേജ് ഡിഗ്രി പ്രിലിംസ് നടന്നു. 2024 3 സ്റ്റേജ് നടന്നു. 2025 2 സ്റ്റേജ് നടന്നു. അങ്ങനെ ആകെ 13 സ്റ്റേജുകളിലായിട്ട് 5 വർഷങ്ങളിലായിട്ട് എന്ത് നടന്നിട്ടുണ്ട്? ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ നടന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ചെയ്ത ടോപ്പിക്കുകളാണിത്. എങ്ങനെയാണ് ഞാൻ ഈ ടോപ്പിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. ഒക്ടോബർ മാസം 2-ാം തീയതി നമ്മുടെ വിദ്യാരംഭത്തിന്റെ അന്നാണ് നമ്മൾ ഈ ഒരു യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. ഒക്ടോബർ 2-ാം തീയതി അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, അതായത് 6 മുതൽ 7 ചോദ്യങ്ങൾ വരെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗമാണ്. ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന്റെ 20 നല്ല അടിപൊളി സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾ, 20 അടിപൊളി സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ ആദ്യം നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ PDF ആയിട്ട് തരും. ഓക്കെ, അതിനുശേഷം വൈകുന്നേരം രാത്രിയോടുകൂടി, അത് എക്സാം ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ള സമയമാണ്, രാത്രിയോടുകൂടി അതിന്റെ ആൻസർ കീയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും, അതായത് ആ 20 ചോദ്യങ്ങളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും വൈകിട്ടോടുകൂടി ഇതേ ടെലഗ്രാം ചാനലിൽ തന്നെ നമ്മൾ ഇട്ടു തരും. അങ്ങനെ ഒരു ദിവസം 2 PDF-കളാണ് വരിക. ഒരു ഉച്ചയോടുകൂടി നിങ്ങൾക്ക് എക്സാം ചെയ്യാനുള്ള 20 ചോദ്യങ്ങളുടെ PDF ടെലഗ്രാം ചാനലിൽ കിട്ടും. അതിനുശേഷം വൈകുന്നേരം രാത്രി ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന 20 ചോദ്യങ്ങളുടെയും ആൻസർ കീയും അതിനോടൊപ്പം തന്നെ ആ എക്സാമിന്റെ ആ ഒരു ഫുൾ എക്സാമിന്റെ ഒരു ആൻസർ അനാലിസിസും, അതായത് കൃത്യമായിട്ടുള്ള ആൻസർ അനാലിസിസും കൂടെ നിങ്ങൾക്ക് രാത്രി എന്ത് ചെയ്യും? നിങ്ങളുടെ ടെലഗ്രാം ചാനൽ ഇട്ടു തരും. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ചെയ്ത് നോക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ചെയ്യാനായിട്ട് അവസരമുണ്ട്. അതായത് നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങൾക്ക് ആപ്പ് വഴി ചെയ്യണമെങ്കിലും ഫ്രീ ആപ്പ് വഴി ചെയ്യാൻ പറ്റും. ഇതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം വീഡിയോയുടെ അവസാനം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ അവസരം കൃത്യമായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിലോട്ട് പോയിട്ട് അങ്ങ് ജോയിൻ ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ ഒക്ടോബർ മാസം 2-ാം തീയതി കിട്ടാൻ പോകുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസും കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസുമാണ്. ഇനി ഇതിന്റെ നോട്ട് നല്ല അടിപൊളി നോട്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നല്ല പെർഫെക്റ്റ് നോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാസം 2-ാം തീയതി നടക്കുന്ന എക്സാമിന്റെ നോട്ട് ഒക്ടോബർ മാസം 1-ാം തീയതി നമ്മുടെ ബാച്ചുകളിലായിരിക്കും ലഭ്യമാകുക. അത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ, അതായത് ടെലഗ്രാമിൽ നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അടിപൊളി നോട്ടാണ്, അത്രയും പെർഫെക്റ്റ് നോട്ടാണ്. കൃത്യമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള AI അനാലിസിസ് നടത്തിയിട്ടുള്ള അടിപൊളി പക്ക നോട്ടുകളാണ്. ആ നോട്ടുകൾ നമ്മൾ ബാച്ചുകളിൽ നമ്മുടെ സ്റ്റുഡൻസിനാണ് കൊടുക്കുക. കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ മാർക്ക് ജെറ്റ് പോലെ കയറ്റാനായിട്ട് ഉപയോഗിക്കുന്ന നല്ല അടിപൊളി നോട്ടുകൾ നമ്മൾ ബാച്ചുകളിൽ കൊടുക്കും. ഒക്ടോബർ മാസം 2-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാമിന്റെ നോട്ട് ഒക്ടോബർ മാസം 1-ാം തീയതി നമ്മുടെ ബാച്ചുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ 2-ാം തീയതി ഈ പറയുന്ന നോട്ടിന്റെ എക്സാമിനേഷൻ നമ്മൾ ടെലഗ്രാം ചാനൽ നടത്തും. ആ എക്സാമിനേഷൻ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാം?
ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം, ഒരു സംശയവുമില്ല, എല്ലാവർക്കും ഫ്രീ ആണ്. രണ്ടാമത്തെ ദിവസം ഒക്ടോബർ മാസം 3-ാം തീയതി ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ആണ്. 7 ചോദ്യങ്ങളോളം പല പരീക്ഷകൾക്കായിട്ട് ഡിഗ്രി പ്രിലിംസിന് വന്നിട്ടുള്ള ഭാഗമാണ് ഈ ഒരു ടോപ്പിക്. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ നോട്ട് ഒക്ടോബർ മാസം 2-ാം തീയതി ആയിരിക്കും നമ്മൾ നമ്മുടെ ബാച്ചുകളിൽ പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ എക്സാമിനേഷൻ നമ്മൾ ടെലഗ്രാം ചാനലിലും നമ്മുടെ ആപ്പിന്റെ ഫ്രീ മെറ്റീരിയൽസിലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നടത്തുന്നുണ്ട്. ടെലഗ്രാമിലായിരിക്കും അതിന്റെ PDF കിട്ടുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു എക്സാമിന്റെ അനാലിസിസ് നമ്മൾ ബാച്ചുകളിൽ കൊടുക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ടെലഗ്രാം ചാനലിലും എന്ത് ചെയ്യുന്നുണ്ട്, അതിന് അനാലിസിസ് വൈകുന്നേരം കിട്ടുന്നുണ്ട്. മൂന്നാമത്തേത് ഒക്ടോബർ മാസം 4-ാം തീയതി സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്. മക്കളെ 16ഓളം ചോദ്യങ്ങൾ ഈ പറയുന്ന 13 എക്സാമുകളിലായിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കാണ്. ഒക്ടോബർ 5-ാം തീയതി നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള 4 ചോദ്യങ്ങൾ. ഒക്ടോബർ 6-ാം തീയതി മിഡീവിയൽ ഇന്ത്യ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് 10 മുതൽ 12 ചോദ്യങ്ങൾ വരെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഭാഗമാണ്. ഒക്ടോബർ 7-ാം തീയതി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഒക്ടോബർ 8-ാം തീയതി ഫോർമേഷൻ ഓഫ് INC സ്വദേശി മൂവ്മെന്റ് മക്കളെ 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ വന്നിട്ടുള്ള ഭാഗമാണ്. ഒക്ടോബർ 9-ാം തീയതി ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി 9 മുതൽ 10 ചോദ്യങ്ങൾ വരെ വന്നിട്ടുള്ള ഒരു അടിപൊളി ടോപ്പിക്കാണ്. ഒക്ടോബർ 10 സോഷ്യൽ റിഫോം മൂവ്മെന്റ് 2 മുതൽ 3 ചോദ്യങ്ങൾ. ഒക്ടോബർ മാസം 11-ാം തീയതി ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ 12ഓളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗം. മക്കളെ ആദ്യത്തെ 10 ദിവസം കൊണ്ട് 10 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന്, കേരള, ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ കവർ ചെയ്യും. ആ 10 ടോപ്പിക്കുകൾ കവർ ചെയ്തതിനു ശേഷം ഒക്ടോബർ മാസം 12-ാം തീയതി നമുക്കൊരു എക്സാമിനേഷൻ ഉണ്ട്. ഈ ഒരു എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് ഒരു റിവിഷൻ എക്സാം ആണ്. ഇതുവരെ നമ്മൾ പഠിച്ചതിൽ നിന്ന് 50 മാർക്കിന്റെ ഒരു എക്സാമിനേഷൻ നമ്മൾ നടത്തും. അതും ഇതേപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ ഒക്ടോബർ 12-ാം തീയതി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരും. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നിങ്ങൾക്ക് എവിടെ കിട്ടും? നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇതിന്റെ ഒക്കെ നോട്ടുകൾ, നല്ല അടിപൊളി നോട്ടുകൾ, കൃത്യമായിട്ട് റിഫൈൻഡ് ആയിട്ടുള്ള നോട്ടുകൾ നമുക്ക് നമ്മുടെ ബാച്ചുകളിലെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ആർക്കെങ്കിലും സൂപ്പർ നോട്ട്സിന്റെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 8281223366 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. 8281223366 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID തുടങ്ങിയ എല്ലാ കോഴ്സുകളിലേക്കും, സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ ഡിഗ്രി ലെവൽ പോസ്റ്റുകളിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സുവർണ അവസരമാണ് നമ്മുടെ ബാച്ച്. ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒക്ടോബർ മാസം 2-ാം തീയതി ശുഭാരംഭം നടത്താൻ പോവാണ്, ഹരിശ്രീ കുറിക്കാൻ പോവാണ്. ആ ബാച്ചിൽ കൃത്യമായിട്ട് ഈ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഒക്ടോബർ 1-ാം തീയതി തൊട്ട് ആ ബാച്ചിൽ ഈ നോട്ടുകളൊക്കെ കിട്ടും. അതുകൂടാതെ തന്നെയുള്ള ക്ലാസ്സുകളെല്ലാം അവിടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അടുത്ത് നോക്കിയാൽ മക്കളെ ഒക്ടോബർ മാസം 13-ാം തീയതി ജോഗ്രഫിയിലേക്ക് വരികയാണ്. എർത്ത് സ്ട്രക്ചർ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒക്ടോബർ 14 അറ്റ്മോസ്ഫിയർ 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒക്ടോബർ 15 റോക്സ് 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒക്ടോബർ 16 പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ് 6 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒക്ടോബർ 17 നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻസ്, റിവേഴ്സ്, നോർത്ത് ഗ്രേറ്റ് പ്ലെയിൻ 5 മുതൽ 6 ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഒക്ടോബർ 18-ാം തീയതിയാണ് കേരള റിവേഴ്സ് എന്ന് പറയുക, 3 മാർക്കിന് വന്നിട്ടുള്ള ഭാഗമാണ്. ജോഗ്രഫി ഒക്ടോബർ 18ഓടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒക്ടോബർ 19-ാം തീയതി അതിന്റെ 50 മാർക്കിന്റെ ഒരു റിവിഷൻ എക്സാമിനേഷൻ നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഒക്ടോബർ 20 തൊട്ട് നമ്മൾ എക്കണോമിക്സിലേക്ക് പോവുകയാണ്. എക്കണോമിക്സ്, നാഷണൽ ഇൻകം, 13 ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത അടിപൊളി ടോപ്പിക്കാണ് നാഷണൽ ഇൻകം. ഒക്ടോബർ 20-ാം തീയതി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 4 ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 22 ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ് ആൻഡ് 5-year പ്ലാൻസ് 9 ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി ടോപ്പിക്കാണ്. ഒക്ടോബർ 23-ാം തീയതി നീതി ആയോഗ്, ടാക്സ് ആൻഡ് നോൺ ടാക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് 4 ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒക്ടോബർ 24-ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 11 ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 24ഓടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, എക്കണോമിക്സും പൂർത്തിയാക്കിയാണ്. 3 സബ്ജക്റ്റുകൾ ഒക്ടോബർ 24 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളെല്ലാം പഠിക്കും. ഇതിന്റെ എല്ലാം നോട്ടുകൾ, ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നോട്ടുകൾ വിത്ത് ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള നോട്ടുകൾ നിങ്ങൾക്ക് എവിടെ കിട്ടും? നമ്മുടെ ചാനലിൽ, നമ്മുടെ ബാച്ചുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡെമോ നോട്ട്, നമ്മുടെ പുതിയ ഡെമോ നോട്ട് എന്താണെന്നുള്ളതൊക്കെ അറിയിച്ചോണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് വരും കേട്ടോ. അടിപൊളി നോട്ടാണ്. അതൊക്കെ നിങ്ങളുടെ ചാനൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനൽസിലൊക്കെ അത് വരും കേട്ടോ. ഒക്ടോബർ 25-ന് എക്കണോമിക്സിന്റെ റിവിഷൻ എക്സാം ആണ്.
50 മാർക്കിന്റെ റിവിഷൻ എക്സാം ടെലഗ്രാം ചാനലിൽ നടക്കും. ഒക്ടോബർ 26 ഇന്ത്യൻ സിവിൽ സർവീസ്, ഒക്ടോബർ 27 ഇൻഫർമേഷൻ കമ്മീഷൻ, റൈറ്റ് ടു ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒക്ടോബർ 28 ദെൻ ലോക്പാൽ ആൻഡ് ലോകായുക്ത സിവിക്സ് ടോപ്പിക്സ് ആണ്. ഒക്ടോബർ 29 കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒക്ടോബർ 30 ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ. പക്ഷേ ഒക്ടോബർ 30 ആകുമ്പോഴത്തേക്കും സിവിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു, സിവിക്സിന്റെ ടോപ്പിക്കുകൾ നമ്മൾ തീർക്കുന്നു. അതിനുശേഷം ഒക്ടോബർ മാസം 31 ഈ സിവിക്സുമായി ബന്ധപ്പെട്ട 50 മാർക്കിന്റെ ഒരു റിവിഷൻ എക്സാമിനേഷൻ ഒക്ടോബർ 31 നടക്കും. ആ ഒരു മാസം കംപ്ലീറ്റ് ചെയ്യണം. ആ മാസം കൊണ്ട് നമ്മൾ എന്തൊക്കെ തീർത്തു? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ് ടോപ്പിക്കിൽ 4 ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്തു? മനോഹരമായിട്ട് പൂർത്തിയാക്കി. ദെൻ അടുത്ത് നോക്കിക്കോളാം മക്കളെ, കോൺസ്റ്റിറ്റ്യൂഷൻ. നവംബർ 1 കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാണ്. 1 നവംബർ 7 ചോദ്യങ്ങൾ ചോദിച്ച കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ നോട്ടുകൾ ബാച്ചുകൾ കിട്ടും. ദെൻ അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി എക്സാമിനേഷൻ നമ്മൾ ടെലഗ്രാമിൽ നടത്തും. ആ എക്സാമിനേഷൻ നിങ്ങൾക്ക് ചെയ്തു നോക്കണമെങ്കിൽ നമ്മുടെ ആപ്പിന്റെ ഫ്രീ മെറ്റീരിയൽസിലേക്ക് വരാവുന്നതാണ്. ദെൻ നവംബർ 2 പ്രിയാമ്പിൾ 5 ചോദ്യങ്ങൾ, നവംബർ 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് 8 ചോദ്യങ്ങൾ, നവംബർ 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ ചോദിക്കാം. ദെൻ നവംബർ 5 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 12 മുതൽ 14 ചോദ്യങ്ങൾ വരെ വന്നിട്ടുള്ള ഭാഗമാണ്. നവംബർ 6 എമർജൻസി 4 ചോദ്യങ്ങൾ, നവംബർ 7 പഞ്ചായത്തി രാജ് 3 ചോദ്യങ്ങൾ. അങ്ങനെ നവംബർ 7 കൊണ്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനും പൂർത്തിയാക്കുന്നു. നവംബർ മാസം 8 കോൺസ്റ്റിറ്റ്യൂഷന്റെ 50 മാർക്കിന്റെ നല്ല അടിപൊളി എക്സാമിനേഷൻ നമ്മൾ എവിടെ നടത്തും? നമ്മുടെ ടെലഗ്രാം ചാനലിൽ നടത്തുന്നതായിരിക്കും. ദെൻ നവംബർ മാസം 9 എഴുത്തുകാർ തൂലിക നാമങ്ങൾ, നമ്മൾ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ എന്ന ഭാഗത്തിലേക്ക് പോയി 8 ചോദ്യങ്ങൾ വരെ വന്നിട്ടുള്ള ഭാഗമാണ്. നവംബർ 10 മലയാള സിനിമയുടെ നാൾ വഴികൾ 11 ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗമാണ്. ദെൻ നവംബർ മാസം 11 സാംസ്കാരിക നായികമാർ 6 ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗം. നവംബർ 12 കേരളത്തിന്റെ പ്രധാന ഉത്സവങ്ങളും ആഘോഷങ്ങളും 9 ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത ഭാഗം. ദെൻ നവംബർ 13 ഒളിമ്പിക്സ് 5 മുതൽ 6 ചോദ്യങ്ങൾ അവർ വന്നിട്ടുണ്ട്. ദെൻ നവംബർ 14 ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ് 10 ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത ഭാഗമാണ്. അങ്ങനെ നവംബർ മാസം 14 നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ എന്ന് പറയുന്ന GKയുടെ അടുത്ത ടോപ്പിക്ക് ഫിനിഷ് ചെയ്യുകയാണ്. അതിനുശേഷം നവംബർ മാസം 15 നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആപ്പിലുമായിട്ട് റിവിഷൻ എക്സാമിനേഷൻ 50 മാർക്കിന്റെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിന്റെ റിവിഷൻ എക്സാമിനേഷൻ നടക്കും. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടൊരു പ്ലാൻ അല്ലേ ഇത്. ഇതിലൂടെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള മാർക്കുകളെല്ലാം സ്കോർ ചെയ്യാൻ പറ്റും. ഒരു എക്സാമിനേഷൻ ചെയ്താൽ ഒരു മിനിമം മാർക്ക് GKയിൽ നിങ്ങൾക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. അത്രയും എഫോർട്ട് സൂപ്പർ നോട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇതിന്റെ പിന്നിൽ ഇടുന്നുണ്ട്. അടുത്ത് നോക്കിയേ, നവംബർ 16 ഹാർഡ്വെയർ 16 തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് ഹാർഡ്വെയർ. ദെൻ 17 സോഫ്റ്റ്വെയർ 12 തവണ. നവംബർ 18 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് 11 തവണ. നവംബർ 19 ഇന്റർനെറ്റ് 6 മുതൽ 7 തവണ. ദെൻ നവംബർ 20 സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ 9 തവണ റിപ്പീറ്റ് ചെയ്ത ഭാഗം. മക്കളെ നവംബർ 20 IT നമ്മൾ പൂർത്തിയാക്കും. നവംബർ 21 IT-യുടെ 50 മാർക്കിന്റെ റിവിഷൻ എക്സാമിനേഷൻ നടത്താണ്. ദെൻ ലാസ്റ്റ് GK ടോപ്പിക് സയൻസ് ആൻഡ് ടെക്നോളജി. നവംബർ 22 പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ 4 തവണ റിപ്പീറ്റ് ചെയ്ത ഭാഗം. നവംബർ 23 ISROയും അച്ചീവ്മെന്റ്സും 12 തവണ റിപ്പീറ്റ് ചെയ്ത ഭാഗം. നവംബർ 24 എമർജൻസി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി 6 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നവംബർ 24 ബയോഡൈവേഴ്സിറ്റി 10 മുതൽ 12 തവണ വരെ റിപ്പീറ്റ് ചെയ്ത അടിപൊളി ഒരു ടോപ്പിക്. നവംബർ 26 എൻവയോൺമെന്റ് ഹസാർഡ്, പൊല്യൂഷൻ, കാർബൺ എമിഷൻ, ഗ്ലോബൽ വാർമിംഗ് 3 മുതൽ 4 തവണ വരെ റിപ്പീറ്റ് ചെയ്തു. നവംബർ 27 കോൺട്രിബ്യൂഷൻസ് ഓഫ് പ്രോമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ് 5 തവണ വരെ റിപ്പീറ്റ് ചെയ്ത ഭാഗമാണ്. അതോടുകൂടി, അതായത് നവംബർ 27 നമ്മൾ 50 ടോപ്പിക്, നവംബർ 27 50 ടോപ്പിക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നവംബർ 28 റിവിഷൻ എക്സാമിനേഷൻ ഉണ്ട്, 50 മാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജി. മക്കളെ ഇപ്പോഴെത്തിയപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും, നമുക്ക് മിനിമം മാർക്ക് ഉറപ്പാണ്. അതായത് GKയിൽ 50 35+ മാർക്ക് സ്കോർ ചെയ്യാൻ, GKയിൽ 50 35+ മാർക്ക് സ്കോർ ചെയ്യാൻ ഉറപ്പായിട്ടും ഈ 50 ടോപ്പിക്കുകൾക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പൊ അതിന്റെ കിഡിലൻ നോട്ടുകൾ, കിടുക്കാച്ചി നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബാച്ചുകളാണ്. നമ്മുടെ നോട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയാസിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിന്റെ എക്സാമിനേഷന്റെ PDF നിങ്ങൾക്ക് കിട്ടുക, ക്വസ്റ്റ്യൻസ് കിട്ടുക ടെലഗ്രാം ചാനലിലാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് എന്താണ്, ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളതും നമ്മുടെ ടെലഗ്രാം ചാനലിൽ കിട്ടും. ഇത് ചെയ്തു നോക്കണമെങ്കിൽ നമ്മുടെ ഫ്രീ ടെസ്റ്റിലേക്ക് വരാവുന്നതാണ്. നോക്കിയാൽ നവംബർ 29 നമ്മൾ ഈ 50 ടോപ്പിക്കുകളിൽ നിന്നായിട്ട് ഒരു ഫുൾ ലെങ്ത് 100 മാർക്കിന്റെ എക്സാമിനേഷൻ നടത്തും. അത്
മുഴുവൻ ഭാഗങ്ങളെയും കവർ ചെയ്തുകൊണ്ട് ഈ 50 ടോപ്പിക്കുകളെയും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളി എക്സാമിനേഷൻ ആയിരിക്കും നവംബർ മാസം 29-ാം തീയതി ഫുൾ ലെങ്ത് എക്സാമിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് നടത്താൻ പോവാം. മക്കളെ, ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇതാണ് സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സ്ട്രാറ്റജി. ഇത് കിട്ടാൻ വേണ്ടി മക്കളെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നേരെ എന്ത്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, ഒരു ഡെമോ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇങ്ങനെ 20 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു PDF കിട്ടുക. ആദ്യം നിങ്ങൾക്ക് ചോദ്യങ്ങളും ഓപ്ഷൻസും മാത്രമേ കാണുള്ളൂ. അതിനുശേഷം വൈകുന്നേരം ആകുമ്പോൾ കണ്ടോ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആൻസർ കീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആൻസർ കീ നിങ്ങൾക്ക് ലഭിക്കും. അതേ ആൻസർ കീയിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ചോദ്യങ്ങളുടെയും എക്സ്പ്ലനേഷൻ, എന്താണ് ആ ചോദ്യം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് ചെയ്യും, ടെലഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, നേരെ ഇതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ. 40,000-ഓളം അടുത്ത ആളുകളുള്ള സൂപ്പർ നോട്ട്സിന്റെ സൂപ്പർ ടെലഗ്രാം. എത്രയും വേഗം എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് വർക്കായില്ല എങ്കിൽ നിങ്ങൾ സൂപ്പർ നോട്ട്സ് എന്നത് ഇതേപോലെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം, നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ, ഇനി അതും നടന്നില്ല എന്നുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് അയച്ചു തരാം. നമ്മുടെ അവിടെ ടെലഗ്രാം എന്ന് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് എഴുതി ടൈപ്പ് ചെയ്താൽ മതി. ടെലഗ്രാം ചാനൽ കിട്ടാനിട്ടാൽ മതി. അങ്ങനെയും നിങ്ങൾക്ക് നമ്മൾ ആ ചാനലിലേക്ക് എത്തിക്കാം. എല്ലാവരും മിന്നിച്ച ചാനലിലേക്ക് കയറിക്കോ. സൂപ്പർ നോട്ട്സിന്റെ നോട്ടുകൾ ഒക്ടോബർ മാസം 2-ാം തീയതി മുതൽ വരികയാണ്. ആരെങ്കിലും ഒക്കെ കയറാനുണ്ടെങ്കിൽ എല്ലാവരും കയറിക്കോ, നിങ്ങളുടെ കൂട്ടുകാരെയും കൂടെ വിളിച്ച് കയറ്റിക്കോ. അവരെല്ലാവരും പഠിക്കട്ടെ. ഒരു കമ്മ്യൂണിറ്റി ആയി അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ചാനൽ പോലെ തന്നെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ കയറുമ്പോൾ ഇവിടെ 3 വരകൾ കാണാം. അവിടെ നിങ്ങൾ കയറുന്ന സമയത്ത് ഇവിടെ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണും. അവിടെ കയറിയിട്ട് ടെസ്റ്റുകൾ എടുത്തു കഴിയുമ്പം ആ ടെസ്റ്റുകൾക്കകത്തിലും ഒക്ടോബർ മാസം 2-ാം തീയതി മുതൽ ഈ എക്സാമുകൾ ചെയ്യാനായിട്ട് ടെസ്റ്റുകളും അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത്രയുമാണ് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് ചെയ്തു തരിക. ഇതിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, അടിപൊളിയായിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് വരാം. അത് മാത്രവുമല്ല, നിങ്ങൾക്ക് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ഗൈഡൻസ് ഇത്രയും ചേർത്തുകൊണ്ടുള്ള ഒരു അടിപൊളി ബാച്ച് ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ബാച്ച്. അപ്പം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മാത്രമല്ല, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവലിലെ നോട്ടിഫിക്കേഷനുകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോമൺ ബാച്ചാണിത്. പല പരീക്ഷകൾക്ക് വേണ്ടി പൈസ കളയേണ്ട, എല്ലാം കൂടി ഒന്നിച്ച് പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ ആരെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 8281223366 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ദെൻ അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങളെ വിളിച്ചു തരും, കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരും. സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു ഫെയിൽ നിങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള, നിങ്ങളെ പ്രൂവ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ടെലഗ്രാം ചാനലിന്റെ കാര്യം മറക്കണ്ട. എത്രയും പെട്ടെന്ന് ഓടിക്കോ ടെലഗ്രാം ചാനലിലോട്ട്. താങ്ക് യു സോ മച്ച്.